അല്ലല്ലയാ ഇന്നിപ്പോ എന്താ പരിപാടി നമ്മളെ? എന്ത് പരിപാടി? ആ കറണ്ട് ബില്ല് പോയി അടക്കണം. ആയിക്കോട്ടെ, നാളെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ശരി അടക്കാം. ഇന്ന് പോയി അടച്ചില്ലേ നാളെ ഫീസാണ് വരും. പിന്നെ നമുക്കൊരു ചായ കുടിക്കേണ്ടി വരും. ചായ അടിച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നിന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ. ഇന്റെ കയ്യിൽ ആ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസയുള്ളൂ, അല്ല 10 പൈസ അല്ല. നിന്റെ ചായ ഒരു പൊക്കടക്കൂല പൈസ ഉണ്ടോ? കുടിച്ചാലോ? പൊക്കോടേക്ക് പൊക്കട നടന്ന പൊന്നാലിയാ ഞാൻ ആദ്യം പറഞ്ഞിട്ടെന്നാ കാക്കാ 2 ചായ ഒരു പൊക്കവാടി. ഞാനേ ഗോപാലേട്ടന്റെ അവിടെ പണി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് വന്നങ്ങാണ്ട് ചായ കുടിച്ചങ്ങാണ്ട് പോകാൻ നേരിങ്ങാണ്ട് വന്നതാ. 2 പൊറാട്ട ഒരു ബീഫോ. കാക്കാ പൊക്കവട ക്യാൻസൽ ചെയ്തോ? കൂലിപ്പണിപ്പോളെ അയാളാണ് ഇറച്ചി പൊറാട്ടി. അതിനിപ്പോ നമ്മള് ശരിക്കും ഇവിടെ ആട്ടർച്ചിരുന്ന നമ്മള് സ്റ്റാറ്റസ് അതല്ലേ. എനിക്ക് ഭയങ്കര സ്റ്റാറ്റസിന്റെ ആളാണ്, അഭിമാനത്തിന്റെ ആളാണ്. ശരി, പൈസ കൊണ്ടല്ല പൈസ ഈ കറണ്ട് ബില്ല് അടക്കാതെ ഒരു ഇരുട്ടത്ത് കുത്തിരുന്നാൽ മതി. ഇറച്ചി പൊറാട്ടി തിന്നെ വേണം. എന്നെ പറഞ്ഞൂടെ അല്ലാണ്ട് പറഞ്ഞൂടെ. 2 ഫുള്ള് ബീഫ്, ഈ 2 പൊറാട്ടി, 2 പൊറാട്ടി, 2 അടിക്കാത്ത ചായ എടുത്തോളി. എത്രേ കാട്ടുന്നു ഇറച്ചി പൊറാട്ടി കാണുമ്പോ ഇങ്ങനെ മൊയലിന്റെ ചൂട്ടാണെന്ന് പറ്റി. അളിയാ ഈ കുരുപ്പിന്റെ ഒരു ടേസ്റ്റേ രണ്ടത്തെ ചാവല്ലോ. അളിയന്റെ അഭിമാനം കൊണ്ടേ എനിക്ക് ഇറച്ചി പൊറാട്ടി തിന്നാനായി. എത്രയാക്കാം? അവിടെ ചാരണ്ടടാ പൊടിണ്ടാവും. മാനോക്ക ഞാൻ പുതിയൊരു വണ്ടി എടുത്തേ. നിങ്ങളെ കണ്ടപ്പോ ഒന്ന് കാണിക്കാലായിരുന്നു ഇറങ്ങിയ. കളർ എങ്ങനെയുണ്ട്? ഓ നല്ല കളറാ. കളറ് ഒരു അണ്ടി വിട്ട കളറാണ്, ഇരുണ്ട കളറ്, ഡിമാൻഡുള്ള കളറാണേ. ഇത് ഇച്ചെടുത്ത തന്നെയാ? ഞാൻ എടുത്ത വണ്ടി. അസിസ്റ്റന്റ് ആയി നടന്നില്ല. ചെന്നൈ എടുത്തത് ഇഎംഐയോ എന്താ അട്ടപ്പിലെടുത്താൽ അടവാണല്ലേ? അടവ് വന്നല്ല, റെഡി ക്യാഷ് ഇറക്കിയ വണ്ടിയാണ്. റെഡി കാശ? റെഡി ക്യാഷ്. എന്തോ ഗ്യാസൊക്കെ ആയിരുന്നു, ഉൽമം കയറുന്ന മാതിരി നൂറാ മുട്ടണ്ടളിയാ എന്തുണ്ട്. ഇത് പോയിക്കോ, നമുക്ക് എന്തായാലും ഓരോ ഉപ്പസോളം കുടിക്കാം. കണ്ണിരിക്കടക്കുമ്പോ എന്താ പറ്റിയളിയാ? എന്ത് പറ്റാനാ? എന്ത് കയറിയതാണ്? എനിക്ക് അപ്പളേ നല്ല സംശയം ആളുകളെ കുഞ്ഞു കയറിയേക്കാറ്. എങ്ങനെയാ കയറാതൊക്കെ? ഇഞ്ച താഴെ അസിസ്റ്റന്റ് ആയി പണിട്ടിനാണ്. ഓനിപ്പോ സ്കൂട്ടിയാവും പുതിയത്. ഇഞ്ച കജ്ജിലൊരു തേങ്ങയില്ല. അളിയനൊന്നാണ്ട് എടുത്ത പോലെ. എന്നാലും അളിയാ വല്ലാത്തൊരു കുഞ്ഞായി പോയി ആളെന്റെ. ഇപ്പോഴൊരു സമാധാനമായിരുന്നു. എന്ത്? അപ്പൊ നമ്മള് വണ്ടി വാങ്ങാൻ തീരുമാനിച്ചു. വണ്ടിയോ? ഒന്നല്ല 2 എണ്ണം. 2 എന്തിനാ അളിയനക്ക്? ഒന്നിനിക്ക് ഇന്റെ അളിയനാണ്. അന്റെ സ്റ്റാറ്റസ് കുറഞ്ഞാല് അത് ഇന്റെ അഭിമാനത്തിന് പ്രശ്നമാണ്. അപ്പൊ അനക്കൊരു പുതിയ വണ്ടി, എനിക്കൊരു പുതിയ വണ്ടി. എന്താ പോലെ വണ്ടി? പൈസ വേണ്ട, പൊട്ടത്തരം പറയാതൊന്നും നീ ചോദിക്കാം. പൈസ ഒക്കെ ഉണ്ടാവുന്നു. എവിടുന്ന്? ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞതാ. അന്റെ പെണ്ണുങ്ങളെ മഹർ ചോദിക്കാം. പതിരീങ്ങളെ എന്തേ? ഇജ്ജ് കെട്ടിയ പെണ്ണല്ലേ, ഇജ്ജ് ചോദിച്ചാ തരൂലോള്? അത് തരണം. നമുക്ക് നമ്മളെ അഭിമാനാണ് മോനെ. തരുമെന്ന് എനിക്കറിയില്ല അളിയാ. ഇജ്ജ് എന്തെങ്കിലും കാട്ടി ഓളോടെ പറഞ്ഞ് സമ്മതിപ്പിച്ചോ മായിന് കൊണ്ടുപോകാം. ഓക്കെ, ഞാൻ ചോദിച്ചു നോക്കാം. എങ്ങനെയും ഞാൻ വീട്ടിൽ തരാം. 2 വണ്ടി പ്രസിഡന്റ് ഇറക്കും ഞാൻ പറയും. ഈ ചെക്കന്റെ ഒക്കെ മുന്നിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോകും. ആയിക്കോട്ടെ, എന്നാ അത് കഴിഞ്ഞിട്ട് മതി. ആ മഹർമാരെ എത്തിക്കണ കാര്യം ഞാൻ എത്തിക്കും. ഓക്കെ, വേറെ ഒന്നും ചിന്തിക്കാം. ഒന്നും ചിന്തിക്കൂല. എന്താ പറയണേ? ഞാൻ വെറുതെ എന്ത് 2 വണ്ടിയില് ഒന്നും നോക്കില്ലടാ, 2 വണ്ടി എടുത്തു. ഒന്നിരിക്ക്, ഒന്നളിയന്. അടവില്ലട്ടോ, റെഡി പൈസ തന്നെ. അല്ല ഇജ്ജിപ്പോ എന്താ അങ്ങനെ ബോറടിച്ചിരിക്കണേ? എന്തേ? ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. തന്നെ. അല്ല വീട്ടിൽ പറഞ്ഞ ഇതിന്റെ കൂടെ ഒരു ലിഫ്റ്റ് തരാ. വേണ്ട, നിങ്ങൾ അറിഞ്ഞില്ലേ കമ്പനിയുടെ പ്രമോഷൻ കിട്ടിയിരിക്കണേ. തന്നെ പുതിയ കാർ എടുത്ത്.
കാറോ? ആ ഇജ്ജെടുത്താ? ആ ഞാൻ എടുത്ത വണ്ടി. തന്നെ ഇജ്ജെടുത്താ? ആ ഞാൻ എടുത്ത വണ്ടി. ഇതെന്റെ കാറാ? ആ നമ്മളെ വണ്ടിയാണ്. എന്തോ ഗ്യാസ് എന്തോ കേറിണ്ടതാ. പ്രഷർ കുറയുണ്ട് തോന്നുന്നേ. ഇതെന്താന്ന് കൊയിന്ത് തരുന്നതാണ്. കൊയിന്ത് കയറുന്നതാണ്. ഇതില് കയറിക്കോളെ. ഇല്ലല്ല ഇതില് വരി. വല്ലാത്തൊരു കൊയിന്തെ എങ്ങനെയാ കയറാതൊക്കെ? ഓ കാറാണ് വാങ്ങിക്കണതേ. വന്നാ അല്ലല്ല ഇനി അടുത്ത പരിപാടി എന്താ നമ്മൾക്ക്? അടുത്ത പരിപാടി എന്താ? ഓന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നല്ലൊരു കാറുടെ ഇറക്കന്നെ. കാറോ? ആ കായ് വേണ്ടല്ല. അതിനൊക്കെ വഴി ഒരുപാടുണ്ട്. ആദ്യം ഞാൻ പറയണൊന്ന് സമാധാനപരമായിട്ട്. നിന്റെ ഒരു കായില്ല ചളിയാ, ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം ഞാൻ പറയണ കാര്യങ്ങൾ ഒന്ന് സമാധാനപരമായിട്ട് ഇജ്ജ് കേക്ക്. എന്നാ പറ അളിയാ. അതായത് എന്റെ പെരന്റെ ആ പട്ടയുണ്ടല്ലോ, അത് ഇജ്ജ് നൈസായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതിലിങ്ങനെ പല പരിപാടി നമുക്ക് നടത്താം. പട്ടയ പേപ്പറോ? അല്ലല്ലേ ഞാൻ ഓള് നല്ല നിൽക്കുന്ന ആളെ കണ്ടൂടെ? എടാ ഇജ്ജ് പറഞ്ഞ ഓള് സമ്മതിക്കും. ഇജ്ജ് നൈസായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അത് നമ്മളെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുഴിമന്തി തിന്നാം. എന്നാ ഞാൻ ഏറ്റു. ഞാൻ ചെല്ലുന്ന. അല്ല മാനോ, ഈ വട്ടിക്ക് പൈസ മാത്രം എന്താ എന്റെ പ്രശ്നം? ഇന്റെ പ്രസ്റ്റേജ് തന്നെ എന്റെ പ്രശ്നം. ഇന്റെ സ്റ്റാറ്റസിന് ഒരു മോശം വരുന്ന പരിപാടി ഇവിടെ നടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ആ തെണ്ടി കൈവേറി. ആരാ കാര്യം പറയണേ? അതുകൂടി ചേട്ടാ, എന്താ അറിയോ, ഇന്റെ ആള് ആരും മുമ്പിൽ താണ് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ പട്ടയക്കാളസ് വരെ ജേട്ടനക്ക് തരുന്നത്. പൈസ ഞങ്ങൾക്ക് വേണം. മനസ്സിലായ എനിക്ക്? പൈസക്ക് ഞാൻ തരാം, പക്ഷെ എന്റെ സ്വഭാവം അറിയാലോ. കറക്റ്റ് മാസം എനിക്ക് വട്ടി കിട്ടണം, അത് നിർബന്ധമാണ്. അതൊക്കെ പൊന്നാരെ ചേട്ടാ, ബട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകണ്ട. ഇന്റെ ആളിയനെ കണ്ടങ്ങള് ഇന്റെ ആളിയാ. ഇന്റെ ആളി ഉണ്ടെങ്കിൽ ഒരു പേടിയില്ല. നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടപ്പോ ഇതിന്? ഞങ്ങൾക്കിപ്പോ ഒരു 5 ലക്ഷം റുപ്യ വേണം തൽക്കാലം നിന്ന് തിരിയാം. മതി 5 ലക്ഷം മൊത്തമാ. അന്നയും കൂടി കണ്ടതിന് പൈസ തരുന്നു. ധൈര്യമായിട്ട് തന്നോളും ചേട്ടാ. നമ്മൾ ഈ നാട്ടുകാരിൽ ഒന്നുമില്ലെങ്കിൽ എന്താ ചേട്ടാ, അപ്പൊ നമ്മളെ തീരെ വിശ്വാസം. അതുകൊണ്ടല്ല, പൈസേന്റെ ഇടപാടാണ് ഒന്നാരം മാറ്റം. പൈസ ഒരു കാര്യം പിന്നെ തുറക്കാൻ തുറക്കല്. അപ്പൊ ഒക്കെ പറഞ്ഞ കേട്ടോ, ഉപകാരം ആയിക്കോട്ടെ. അടുത്ത മാസം അതൊന്നും എന്തൊരു മനുഷ്യനാക്കള്. ഇവിടെ വരാനാണല്ലോ പറഞ്ഞത്. ആ അതന്നെ കളർ തന്നെ. ഈ വണ്ടി ഉണ്ടോ സിൽവർ? ഹലോ ഹലോ, ഓയ് നിങ്ങളെ തരീനി വണ്ടി നോക്കാൻ വന്നേ. ഇതാണ് വണ്ടി. ഇതാണ് വണ്ടി അല്ലേ? നോക്കി നോക്കി ഇറങ്ങി നോക്കോളെ. പിന്നെ ഓന്റെ കാറിനെക്കാട്ടും വലിയ കാറാ. പിന്നെ ഓട് കാണുമ്പോ അന്തരം എടുക്കാം. അതൊന്നും നോക്കല്ല. എന്താ പറയാ, ഓന്റെ വണ്ടിനെക്കാട്ടും വലിയ കാറാളിയാ. നോക്കിയല്ലേ? ഷാറല്ലേ? ആ നോക്കുക. കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇഷ്ടപ്പെട്ടല്ലോ? വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. വണ്ടി കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ സ്റ്റാറ്റസിന് പറ്റിയ വണ്ടി തന്നെയാണ്. പക്ഷെ നിങ്ങളെ വിലയിൽ എന്തേലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. വില ഞാൻ വിളിച്ചപ്പോ പറഞ്ഞില്ലേ 5,400 വേണം എന്തായാലും. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ കച്ചവടമൊക്കെ ആവുമ്പോ ബായ്. ഇതെന്താ സംഭവം എന്ന് പറയാം, ഇത് ഞാൻ സിംഗിൾ ഓണറാണ്. ഇത് വണ്ടി ഫ്രഷ് ആണ്. ഞാൻ എനിക്ക് പൈസന്റെ അത്യാവശ്യം ആയതുകൊണ്ട് കൊടുക്കാം. ഇതൊക്കെ അറിയായിട്ടല്ല, ഞങ്ങളിപ്പോ എന്താ അറിയോ, പൈസ ഉണ്ടായിട്ടല്ല. ഇത് ഞങ്ങളൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. വട്ടിക്ക് പൈസ എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഈ വണ്ടി വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾ എന്തേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. വട്ടിക്കൊക്കെ പൈസ എടുത്തിട്ട് കാർ വാങ്ങിക്കുക എന്താ മാഷെ, എനിക്ക് തീരെ സുഖമില്ല. ഇത് ഞങ്ങളെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അഭിമാനത്തിന്റെ പ്രശ്നം ഇതന്നെയാണ് ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം. നിങ്ങളിപ്പോ ഈ വണ്ടി വാങ്ങുന്നതുകൊണ്ട് ഞാൻ മുടക്കം പറയാന്ന് വിചാരിക്കരുത്. മുടക്കം പറഞ്ഞ് എനിക്ക് തന്നെയാണല്ലോ നഷ്ടം. പക്ഷെ നിങ്ങൾ ഈ വട്ടിക്കൊക്കെ പൈസ എടുത്തിട്ട് കാർ വാങ്ങരുത് കേട്ടോ. ഇവിടെ ഇപ്പൊ എന്താ നടക്കുമെന്ന് അറിയാം. മറ്റാൾക്കൊരു ചെറിയ വണ്ടി ഉണ്ട്, അപ്പൊ അതിലും വലിയ വണ്ടി വാങ്ങണം. മറ്റാളൊരു വീട് വെച്ചിട്ടുണ്ട്, അതിന്റെയും ഡബിൾ തട്ട് വീട് വെക്കണം. ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും മറ്റുള്ളവരെക്കാട്ടിലും മേലെ മേലെ വന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇത് അടക്കാൻ പറ്റാതായി ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, ജപ്തിന്റെ അവസ്ഥ വരുന്ന സമയത്ത് പിന്നെ പോയി വട്ടിക്ക് പൈസ എടുക്കും. പിന്നെ വീട്ടിലുള്ള ഗോൾഡ് കൊണ്ടുപോയി പണയം വെക്കും. അങ്ങനെ എല്ലാം പണയത്തിലായി വട്ടി കയറി ആളുകളൊക്കെ വീട്ടിലേക്ക് തെരഞ്ഞു വരേണ്ട ഒരു അവസ്ഥ വരും. ഈ അവസ്ഥ വരുമ്പോൾ നിക്കപ്പൊരുളില്ലാതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആത്മഹത്യയുടെ വക്കിലേക്ക് വരും. എന്തിനാ പുറത്ത് ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകണം? നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായി ജീവിച്ചാൽ പോരെ. നിങ്ങൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. ഞാൻ അല്ലെങ്കിൽ വലിയൊരു കുഴിയിൽ പോയി ചാടി.
നമുക്ക് പോളെ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, കുഴിയിൽ ചാടിയ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്ര പ്രയാസപ്പെടുന്നുണ്ടെന്നത്. ഓക്കെ കേട്ടോ, പൈസ ഉണ്ടാകുമ്പോൾ കാറ് വാങ്ങിക്കൂ. ഓ എന്നാ ശരി കേട്ടോ. ഓക്കെ കാണാം.